നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ബിന്ദു അമ്മിണി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ തന്നെയും പങ്കെടുക്കാൻ അനുവദിക്കണമെന്നാണ് ബിന്ദു അമ്മിണിയുടെ ആവശ്യം. അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം ശബരിമലയിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന തനിക്കും മറ്റ് സ്ത്രീകൾക്കും കേരള സർക്കാർ സുരക്ഷയും ആവശ്യമായ ക്രമീകരണവും ചെയ്തു തരണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ യുവതികൾക്ക് ദർശനം നിഷേധിക്കപ്പെട്ടിരുന്നത് അനാചാരത്തിന്റെ പേരിലാണെന്നും ബിന്ദു അമ്മിണി പറയുന്നു. സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിലാണ് കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. കേരള, കർണാടക തീരങ്ങളിൽ ഇന്നും ലക്ഷദ്വീപ് തീരം വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. താമരശ്ശേരി ചുരത്തിന് ഇന്ന് രാവിലെ സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന. മണ്ണും മരവും വീണുണ്ടായ ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും സാധാരണഗതിയിലുള്ള ഗതാഗതം സാധ്യമാവുക ഇന്നത്തെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാകും. 26 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രവൃത്തികൾക്കൊടുവിൽ ഇന്നലെ രാത്രി 8:45-ഓടെയാണ് ചുരത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടത്. ചുരത്തിലെ 9-ാം വളവിലെ വ്യൂ പോയിന്റിന് സമീപം റോഡിലേക്ക് വീണ മണ്ണും പാറകളും നീക്കം ചെയ്ത് റോഡ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വൈത്തിരിയിലും ലക്കിടിയിലും ചുരത്തിയിലുമടക്കം കുടുങ്ങിക്കിടന്ന എല്ലാ വാഹനങ്ങളും കടന്നുപോകാൻ അനുവദിച്ചു. ഈ വാഹനങ്ങളെല്ലാം കടത്തിവിട്ട ശേഷം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ചുരം അടച്ചു. പോലീസ് ആസ്ഥാനത്ത് സേനയുടെ ഔദ്യോഗിക യാത്രയയപ്പ് നിശ്ചയിച്ചിരിക്കെ ADGP മഹിപാൽ യാദവ് യാത്രയായി. 59 വയസ്സായിരുന്നു. ജയ്പൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു അന്ത്യം. എക്സൈസ് കമ്മീഷണറായിരുന്നു അദ്ദേഹം. ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ലീവ് എടുത്ത് ചികിത്സയിലായിരുന്നു. ഈ മാസം 30-ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന മഹിപാലിന് ഇന്നലെ വൈകിട്ട് 4-ന് യാത്രയയപ്പ് നൽകാനായിരുന്നു തീരുമാനം. അതിനായി അദ്ദേഹം ഓൺലൈനിലെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഓണാവധിക്ക് മറുനാട്ടിലെ മലയാളികൾക്ക് നാട്ടിലെത്താൻ ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച റെയിൽവേ. ഓഗസ്റ്റ് 29-ന് കണ്ണൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക്, 30-ന് ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്കുമാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുക. ട്രെയിനിൽ ഒരു AC 2 ടയർ കോച്ച്, 3 AC 3 ടയർ കോച്ച്, 14 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ച്, 2 സെക്കൻഡ് ക്ലാസ് കം ബ്രേക്ക് വാൻ കോച്ച് എന്നിവയുണ്ട്. ഇരുവശത്തേക്കും ഓരോ സർവീസ് വീതമാണുള്ളത്. കാലാവസ്ഥാ വ്യതിയാനവും പദ്ധതികൾ തുടങ്ങാനുള്ള സ്ഥലപരിമിതിയും തിരിച്ചടിയായതോടെ രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ കേരളം 3-മതായി. ആന്ധ്രയും തമിഴ്നാടുമാണ് യഥാക്രമം 1ഉം 2ഉം സ്ഥാനത്ത്. 2ാം സ്ഥാനമാണ് കേരളത്തിന് നഷ്ടമായത്. 2023-24 കാലയളവിൽ കയറ്റുമതിയിലൂടെ നേടിയത് $829.42 മില്യൺ മാത്രം. ആന്ധ്ര $2536.77 മില്യൺ, തമിഴ്നാട് $840.11 മില്യൺ എന്നിങ്ങനെയാണ്. ആന്ധ്രയിലെ മത്സ്യഫാമുകളുടെ എണ്ണം ഉയർന്നതും കേരളത്തെ ബാധിച്ചു. UP-യിൽ നിയമവിരുദ്ധമായി മതപരിവർത്തനം നടത്തിയ ചങ്ങൂർ ബാബയുടെ സംഘത്തിനെതിരെ നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 2022-ലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം 13 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. ചങ്ങൂർ ബാബയുടെ സഹായിയായ നീതു നവീൻ റോഹ്റ എന്ന സ്ത്രീയുടെ പേരിൽ ബൽറാംപൂരിൽ 13.02 കോടി രൂപയുടെ വസ്തുവകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതാണ് ED കണ്ടുകെട്ടിയത്. ധർമ്മസ്ഥലയെക്കുറിച്ച് കള്ളക്കഥ പറഞ്ഞ മുഖംമൂടി മനുഷ്യൻ 2025 മാർച്ചിൽ ഡൽഹി സന്ദർശിച്ചിരുന്നതായി റിപ്പോർട്ട്. പ്രത്യേക അന്വേഷണ സംഘത്തോടാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. പക്ഷേ ആരെയൊക്കെയാണ് ഡൽഹിയിൽ കണ്ടത് എന്ന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇയാൾ പുറത്തു പറയുന്നില്ല. മാത്രമല്ല, ഒരു തലയോട്ടിയും കയ്യിലേന്തി മുഖംമൂടി മനുഷ്യനെ പിന്തുണയ്ക്കുന്ന സംഘം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നതായി പറയുന്നു. പക്ഷേ ഈ ഹർജി തള്ളിയ സുപ്രീം കോടതി അന്ന് ബംഗളൂരു കോടതിയെ സമീപിക്കാനായിരുന്നു ഉപദേശം നൽകിയത്. അതുപോലെ ഈ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് ഉടൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നതായി പറയുന്നു. ഇതോടെയാണ് തിരക്കിട്ട് സിദ്ധരാമയ്യ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതെന്നും പറയുന്നു. ആരെയും കൂസാത്ത മനുഷ്യനായ സിദ്ധരാമയ്യയെ കൊണ്ട് ഏതാനും മണിക്കൂറുകൾക്കകം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിപ്പിച്ച ഡൽഹിയിലെ ഈ അദൃശ്യ ശക്തി ആരാണ്? ഇത്രയും രാഷ്ട്രീയ സ്വാധീനമുള്ള ഡൽഹിയിലെ VIP ആരാണ്? ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച US നടപടിയിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇറക്കുമതി തീരുവ 50% വർദ്ധിപ്പിച്ച നടപടി പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. ഇറക്കുമതി വർദ്ധിപ്പിച്ചതിൽ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. തീരുവ വർധനവ് ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയില്ലെന്നും
മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങുന്നെന്ന പേരിൽ അമേരിക്കയുടെ ഇരട്ടച്ചുങ്കം ചുമത്തിയതിനെതിരെ ഭാരതം ശക്തമായ നടപടികൾ തുടങ്ങി. ഇരട്ടച്ചുങ്കം ഏറ്റവും അധികം ബാധിക്കുന്നത് വസ്ത്രങ്ങളുടെ കയറ്റുമതിയെ ആയതിനാൽ ഈ മേഖലയിലേക്ക് പ്രാധാന്യം നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ആദ്യ നടപടി. ഇതിന്റെ ഭാഗമായി ബ്രിട്ടൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, നെതർലാൻഡ്, പോളണ്ട്, കാനഡ, മെക്സിക്കോ, റഷ്യ, ബെൽജിയം, തുർക്കി, UAE, ഓസ്ട്രേലിയ എന്നിവയടക്കം 40 രാജ്യങ്ങളിലേക്കുള്ള വസ്ത്ര കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴും ഭാരതത്തിനെതിരെ ഭീകര സംഘടനകളെ വളർത്തിയെടുക്കാൻ ഒരുങ്ങി പാക് ചാര സംഘടനയായ ISI. ജെയ്ഷെ ഭീകരരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങൾക്കായി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നൽകുന്നതിനുമാണ് ഈ ഫണ്ടുകൾ ചെലവഴിക്കുന്നത്. ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTVയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും സുരക്ഷാ അപകട സാധ്യതകളെയും കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ വ്യക്തികൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റം സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനുള്ള ഒരു പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം SOP അസം മന്ത്രിസഭ അംഗീകരിച്ചു. ഒരേ മതത്തിലുള്ള വ്യക്തികൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റങ്ങൾക്ക് SOP ബാധകമല്ലെന്നും അതിനാൽ അത്തരം ഇടപാടുകൾ അധിക തടസ്സങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. എന്നാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ളതോ അല്ലെങ്കിൽ തിരിച്ചും പോലുള്ള അന്തർമത ഇടപാടുകൾക്ക് പ്രക്രിയയിൽ ഒന്നിലധികം തലങ്ങളുള്ള പരിശോധന ഉൾപ്പെടും. കള്ളനെ രക്ഷപ്പെടാൻ അനുവദിച്ചതും പരാതിക്കാരനെ അറസ്റ്റ് ചെയ്തതുമായ മറ്റൊരു ക്ലാസിക് കേസ് തേനി ജില്ലയിലെ കമ്പം നിവാസിയായ ഉസ്താദ് പീർ മുഹമ്മദ് സദാക്കി ആഷ് അരി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വൈറൽ വീഡിയോയിൽ ഇടം നേടിയിരുന്നു. അതിൽ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിൽ നിന്നുള്ള ഹദീസുകൾ ഉദ്ധരിച്ച് ഭാരതത്തിനെതിരെ യുദ്ധം പ്രകോപിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു. മൗലികവാദിയായ മുസ്ലിം പുരോഹിതന്റെ പ്രസംഗം ചർച്ച ചെയ്തതിന് ഇപ്പോൾ വേദിക് സയൻസ് സെന്റർ CEO ബാല ഗൗതമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് തമിഴ്നാട് പോലീസ്. ഇതോടെ ഭരണകക്ഷിയുടെ ഉത്തരവുകൾ ഭാഗികമായി പാലിച്ചുവെന്ന ആരോപണമാണ് ഉയരുന്നത്. US-ലെ സ്കൂളിലുണ്ടായ വെടിവെപ്പിൽ 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മിനിയാപോളിസിലെ കാത്തലിക് സ്കൂളിലാണ് സംഭവം. 8ഉം 10ഉം വയസ്സുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ട്രാൻസ്ജെൻഡറായ അക്രമി സ്വയം ജീവനൊടുക്കി. റോബിൻ വെസ്മാൻ എന്ന ആളാണ് ആക്രമണം നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെടിവെപ്പിൽ 14 കുട്ടികൾ ഉൾപ്പെടെ 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് മിനസോട്ട ഗവർണർ ടിം വാൾസ് അറിയിച്ചു. സംഭവം FBI അന്വേഷിക്കും. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന റെസല്യൂഷനുള്ള സൗരജ്വാല ചിത്രങ്ങൾ ഡാനിയൽ K. ഇനോയ് സോളാർ ടെലിസ്കോപ്പ് പകർത്തി. മൗയിലെ ഹാലിയക്കല അഗ്നിപർവ്വതത്തിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അത്യാധുനിക ദൂരദർശിനി ഓഗസ്റ്റ് 8-ന് ശക്തമായ X ക്ലാസ് സൗരജ്വാലയുടെ അവസാന ഘട്ടങ്ങൾ രേഖപ്പെടുത്താൻ അതിന്റെ വിസിബിൾ ബ്രോഡ്ബാൻഡ് ഇമേജർ ഉപകരണം ഉപയോഗിച്ചു. തലസ്ഥാന നഗരമായ ഡമാസ്കസിന് പുറത്തുള്ള സിറിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ കേന്ദ്രം തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയതായി സിറിയയുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസിയായ സന റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ കിസ്വയ്ക്ക് സമീപമുള്ള സ്ഥലത്ത് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. ഒരു ദിവസം മുമ്പ് ആക്രമണത്തിന് വിധേയമായ സ്ഥലമായിരുന്നു ഇത്. ബോംബാക്രമണത്തിൽ 6 സൈനികർ കൊല്ലപ്പെട്ടതായി സിറിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.